കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധിക്ക് വേർപാടിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസീദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, നാം വിസ്മരിക്കാതെ പോകുന്ന ഒരു ചെറിയ സന്ദേശം, അത് നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിക്കും വേർപാടിനും ദൈവത്തോട് കുറച്ചും കൂടെ അടുക്കുവാൻ ഒരു പക്ഷേ അത് കാരണമായി തീർന്നു വരാം. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരുന്നാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം, വിലപ്പെട്ട ഹൃദയം ഞാൻ എന്നിലേക്ക് തന്നെ അല്പസമയം സ്വാഗതം ചെയ്യുക. നമ്മുടെ ആത്മീയരുടെ ഇടയിൽ പോലും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു വിഷയമാണ് നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ഈ മർത്യ ശരീരം എന്തായി തീരും, അല്ലെങ്കിൽ പുനരുത്ഥാനത്തിന് ശേഷം ഒരു വിശുദ്ധന്റെ ശരീരം എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ അറിയാതെ പോകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അവർ അവരുടെ ശരീരങ്ങളെ അധികമായി വിശുദ്ധിയോടെ സൂക്ഷിക്കാനോ, ദൈവം കൊടുത്ത ശരീരങ്ങളെ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അറിഞ്ഞാൽ എൻ്റെ ഈ ഭൗതിക ശരീരം ഞാൻ മൺമറഞ്ഞ് ഞാൻ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ഈ ശരീരം എന്തായി തീരുമെന്ന് ദൈവജനം മനസ്സിലാക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന ഈ ചെറിയ ഒരു സന്ദേശം നിങ്ങളുടെ ചിന്തയെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന അനേക ദൈവമക്കളുണ്ട്. വളരെ കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേദനകൾ, പട്ടിണി, രോഗം, ഒറ്റപ്പെടൽ, തകർന്ന അവസ്ഥകൾ, ഭവനത്തിനകത്തുള്ള ദുരന്തങ്ങൾ, വീടൊരു ദുരന്ത ഭൂമി പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. പല അവസ്ഥകളിൽ കൂടെ ഈ ലോകത്ത് ഒരു വിശുദ്ധൻ തൻ്റെ ശരീരവിശുദ്ധി, മാനസിക വിശുദ്ധി, ആത്മീയ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് കടന്നു പോകുന്ന ഭക്തന്മാരുടെ നടുവിലാണ് ഞാനും നിങ്ങളും ഈ ആത്മീയ ലോകത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അല്ല താനും. ഒരു 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആത്മീയ ലോകത്തിൽ, 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആത്മീയ ലോകം, ആ ആത്മീയ ലോകത്തിൽ അന്ന് നടന്ന സുവിശേഷ മഹായോഗങ്ങളിലും അന്ന് നടന്ന ക്രൂസേഡുകളിലും എല്ലാ ഞായറാഴ്ചകളിൽ നടക്കുന്ന ആത്മീയ ആരാധനകളിലും യൂത്ത് ക്യാമ്പുകളിലും സെമിനാറുകളിലും ദൈവഭൃത്യന്മാർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ആത്മീയ ചർച്ചകളിൽ പോലും ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നിത്യത എന്ന് പറയുന്ന ഒരു വിഷയം. പ്രൈസ് ദി ലോർഡ്. സഭകളിൽ മുടങ്ങിക്കൊണ്ടിരുന്ന ചില ശബ്ദമുണ്ട്, കൺവെൻഷനുകളിൽ മുടങ്ങിക്കൊണ്ടിരുന്ന ചില ശബ്ദമുണ്ട്. 1, മാനസാന്തരം. 2, പാപം. 3, മരണം, മരണാന്തര ജീവിതം, നിത്യത, കർത്താവിൻ്റെ വരവ്. ഇങ്ങനെയുള്ള ഇതുപോലുള്ള വിഷയങ്ങളെ കൊണ്ട് നിറഞ്ഞ കൺവെൻഷനുകൾ, മീറ്റിങ്ങുകളാണ് ഒരു 25 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ലോകത്തുണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കൺവെൻഷന്റെ സമാപനമാകുമ്പോൾ സുവിശേഷകൻ ഒരു കോളിംഗ് ചെയ്യും. ആ കോളിംഗ് ഇങ്ങനെയാണ്: ആരെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ, ഹൃദയം കൊടുക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു? സെക്കൻഡ്, യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അവന്റെ കൽപ്പനയെ സ്നാനത്തിലേക്ക് വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്ന സുവിശേഷകന്റെ വാക്കുകൾ ഇന്നും
എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൺവെൻഷനിൽ മാത്രമല്ല, നമ്മുടെ സഭാരാധനകളിലും ദൈവദാസന്മാർ അവസാനം പറഞ്ഞു നിർത്തുന്നതായിരിക്കും. ഈ ആരാധനകളുടെ സമാപനത്തിൽ കൊടുക്കുന്ന കോളിംഗ് അനേകർ ആ സ്റ്റേജുകളിലേക്ക് ഓടി വരുന്നത് കാണും. കണ്ണുനീരോടുകൂടെ, നിലവിളിയോടുകൂടെ അനേകർ കടന്നു വരുന്നൊരു കാഴ്ച നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ കൊടുത്ത സന്ദേശം ചെറുതല്ല. നിത്യതയുടെ സന്ദേശം അവർ കൊടുത്തപ്പോൾ ജനം മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. എന്നാൽ 25 വർഷത്തിന് ശേഷമാകട്ടെ, നമ്മൾ ഇന്ന് കേൾക്കുമെന്ന ഈ പറഞ്ഞ ശബ്ദം ഒന്നും കേൾക്കാനില്ല. പാപബോധത്തെക്കുറിച്ച് ആര് പ്രസംഗിക്കുന്നു? മരണാന്തര ജീവിതത്തെക്കുറിച്ച് ആര് പ്രസംഗിക്കുന്നു? ആർക്ക് പ്രസംഗം വേണം? ഇന്ന് വിടുതലും രോഗശാന്തിയും മാത്രം നിറഞ്ഞു നിൽക്കുന്നു. രോഗശാന്തി, അഭിഷേകം, കൃപാവരങ്ങൾ ഇതൊന്നും വേണ്ടെന്നല്ല. ഇതെല്ലാം നടക്കുന്നത് നിത്യതയുടെ വെളിപ്പാട് ഒരുത്തന്റെ അകത്ത് പ്രാപിച്ചിട്ട് കൃപാവരം വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ, രോഗശാന്തികൾ വെളിപ്പെടട്ടെ. എങ്കിൽ മാത്രമേ അവൻ പ്രതിസന്ധിയുടെ മുമ്പിൽ അവന് നിന്ന് നിത്യത പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു മീറ്റിംഗ് നടക്കുന്നു, സെമിനാർ നടക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടക്കുന്നു. ആർക്കെങ്കിലും വിടുതൽ ആവശ്യമുണ്ടോ? പെട്ടെന്ന് ഓടിവാ. ഇവൻ ഓടി വരുന്ന എന്തിനാ? വിടുതലിന് വേണ്ടിയാ. ഇവൻ ഓടി ദൈവദാസന്റെ അടുക്കൽ വരുന്ന ദൈവദാസൻ ഒന്ന് കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയണം. ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ ആത്മീയ ലോകം പോയി. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. കാരണം നിത്യതയെക്കുറിച്ച് പറയുന്നില്ല. നിത്യതയെക്കുറിച്ച് പറഞ്ഞാൽ കാര്യം പോക്ക്. പാപത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ എത്ര പേര് വരും? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, പാപബോധം വരാതെ രോഗശാന്തി നടന്നാലോ മറ്റെന്തെങ്കിലും ശുശ്രൂഷ നടന്നാലോ അത് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അത് വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറഞ്ഞു വരുന്ന കാര്യം 2025 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യവും 2025 വർഷത്തിന് ശേഷമുള്ള കാര്യം തമ്മിലുള്ള വ്യത്യാസം, ആത്മീയ ലോകത്തിന്റെ ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. ഇതിന്റെ നടുവിൽ ദൈവമക്കൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ലൈഫിൽ നിത്യതയുടെ ഒരു വെളിപ്പാടുണ്ടോ? കാരണം നിത്യതയുടെ വെളിപ്പാട് വന്നില്ലെങ്കിൽ നമ്മൾ കഷ്ടതയാകുന്ന ലൂക്കോസ് വിശേഷത്തിലാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം, കഷ്ടതയെന്ന കഠിന ശോധനയിലായിട്ടും അവിടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും. നോക്കണം, അവിടെ പറയുന്നു കഷ്ടതയാകുന്ന കഠിന ശോധന. ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ കൂടെ ഒരു വിശുദ്ധൻ കടന്നു പോകണം. ആ കടന്നു പോകുമ്പോൾ അവന് സമാധാന സമൃദ്ധിയും സന്തോഷങ്ങളും അവൻ ക്രിസ്തുവിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവന്റെ ഉള്ളിനകത്ത് എനിക്കൊരു നിത്യതയുണ്ടെന്നും ഞാൻ ഈ മണ്ണ് വിട്ട് നിത്യതയിലേക്ക് പോകാനുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു ബോധം അവന്റെ ഉള്ളിനകത്ത് വന്നാൽ മാത്രമേ അവന്റെ ആത്മീയ ലോകത്ത് അവനെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. ഇല്ല എങ്കിൽ ഈ കഠിന ശോധനകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വലിച്ചു കളഞ്ഞിട്ട് ഇത് വേണ്ട, ഇതൊക്കെ വെറുതെയാണ്, ഇത് തട്ടിപ്പാണ്, ഇത് വെട്ടിപ്പാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതെല്ലാം കളഞ്ഞ് നമ്മൾ ഓടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവദാസന്മാരോട് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾ കൊടുക്കേണ്ട സന്ദേശം നിത്യതയുടെ സന്ദേശമായിരിക്കണം. അവന്റെ പാപത്തെക്കുറിച്ച് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടായിരിക്കണം. പാപത്തെക്കുറിച്ച്, നാളെ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച്, അനുതാപത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് ഇതൊന്നും ഇന്ന് ആത്മീയലോകത്ത് പലർക്കും അറിയത്തില്ല. 100 പേരെ നിങ്ങൾ എടുക്കിൻ, അതിന്റെ 95 പേർക്ക് വീണ്ടെടുപ്പെന്നൊന്നും അറിയത്തില്ല, നിത്യത എന്നൊന്നറിയത്തില്ല. പക്ഷെ അവർ കൈയടിക്കുന്നു, അവർ പ്രത്യാശയുടെ ഗാനം പാടുന്നു,
പ്രസംഗിക്കുമ്പോൾ അന്യഭാഷ പറയുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ നിത്യതയുടെ വെളിപ്പാട് പലർക്കും ഇന്ന് അവർക്കറിയാതെ പോകുന്നു, അജ്ഞരായി പോകുന്നു, അറിവില്ലാത്തവരായി പോകുന്നു. ഇതിന് കാരണക്കാർ പാപപ്പെട്ട വിശ്വാസികളല്ല, നിശ്ചയമായും ദൈവദാസന്മാർ തന്നെയാണ്. കാരണം അവരെ ആ ഒരു ലെവലിൽ സഭകൾ ടീച്ച് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 25 വർഷത്തിന് ശേഷം നടക്കുന്ന ആത്മീയ ലോകത്തിന്റെ അധപ്പതനം. പിശാച് മാറി നിന്ന് ചിരിക്കുന്നു. പിശാച് ദൈവദാസന്മാർക്ക് വളരെ സപ്പോർട്ടായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കാരണം നിത്യത പറയാത്ത സുവിശേഷ യോഗം, യേശുവിനെ ഉയർത്താത്ത സുവിശേഷ യോഗം, സ്തോത്രം, പാപബോധമില്ലാത്ത സുവിശേഷ യോഗങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ പ്രിയ ദൈവദാസന്മാരോടും എൻ്റെ വിശ്വാസ കുടുംബങ്ങളോടും സഭകളോടും പറയുന്നു, നമ്മുടെ സഭകൾ അത്രമാത്രം താണ രീതിയിൽ അധം പതിക്കരുത്. ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിച്ചു കയറണം. നമ്മുടെ സഭയിൽ 10 പേരെ ഉള്ളൂ, 10 പേരും നിത്യതയുടെ വെളിപ്പാടുണ്ടായിരിക്കണം. പാപമെന്നും പാപബോധം അവർക്കുണ്ടായിരിക്കണം, പശ്ചാത്താപം ഉണ്ടായിരിക്കണം, ഹല്ലേലൂയ, അനുതാപം ഉണ്ടായിരിക്കണം, വീണ്ടെടുപ്പിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മുടെ സഭകളിൽ പഠിപ്പിക്കുക മാത്രമല്ല, ജനത്തിനിടയിൽ അതൊരു വെളിപ്പാടായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ജനത്തെ പരിശീലിപ്പിക്കണം എന്ന കാര്യം ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നോക്കുക, മത്തായി സുവിശേഷത്തിൽ യേശു ക്രിസ്തു ഒരു വാക്ക് പറഞ്ഞു. മത്തായി 6:31, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾ കേട്ട്. നമുക്കറിയാം, ചില ദൈവദാസന്മാർ വലിയൊരു പ്രസംഗം ഒരു ആശയം പ്രസംഗിക്കും. ഈ ആശയത്തിനിടയിൽ ഒരു ചെറിയ ക്ലിപ്പ് അവർ എടുക്കും. കാരണം സുവിശേഷ വിരോധികൾ ചെയ്യുന്ന കാര്യമാണ്. ആ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് യൂട്യൂബിൽ ഇടും. ഇന്ന ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു. അതിൻ്റെ മുകളിലോ താഴോട്ടുള്ള കാര്യം അല്ല, ആ ചെറിയ ക്ലിപ്പ്. ക്രൈസ്തവം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതവർ ചെയ്തോട്ടെ, അതവരുടെ ജോലി. സാത്താൻ അവരൊരു ആയുധമാക്കി വെച്ചിരിക്കുന്നു. അവരവരുടെ ജോലി ചെയ്തോട്ടെ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം, ഓക്കെ, അത് വിടട്ടെ. ഇതുപോലെയാണ് ഇവിടെ യേശു പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നൽകും. ഏതൊക്കെ നൽകും? നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എന്താ? വീട് കിട്ടും, ജോലി കിട്ടും, പിള്ളേരുടെ ഭാവി കിട്ടും, നല്ല നല്ല വീട് കിട്ടും, പിള്ളേർക്ക് കല്യാണം നടക്കും, സ്നാനപ്പെടി, യേശുവിന്റെ സനി വരി, എല്ലാം പറിച്ച് മാറ്റിയിട്ട് ഓടി വരി. പാവപ്പെട്ട ആൾക്കാർ TV-യുടെ പരസ്യം കണ്ട് നല്ല പോസ്റ്റർ, മൾട്ടി കളറിന്റെ പോസ്റ്ററിൽ കാണുന്ന ആ സിനിമാ നടന്മാരെ പോലെ വെച്ചിരിക്കുന്നവരുടെ ഫോട്ടോ കണ്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർക്കുമ്പോൾ പാവപ്പെട്ട വിശ്വാസികൾ, പാവപ്പെട്ട ആൾക്കാർ, ജാതിയിൽ നിന്നും ആൾക്കാർ ഓടിയെത്തും. 3 ദിവസത്തെ മഹായോഗം കഴിയും. ഇവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകും. ഇവർ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ വിടുതലാണെന്നല്ലേ പറഞ്ഞത്, എല്ലാം കിട്ടുമെന്നല്ലേ പറഞ്ഞത്. പക്ഷേ 5 വർഷം കഴിയും, 8 വർഷം കഴിയും, ഈ ഉപദേശിമാർ പറയുന്ന എല്ലാം കേൾക്കും, ഉള്ളതെല്ലാം കൊണ്ട് സാമ്പത്തികം കൊണ്ട് കൊടുക്കും, എല്ലാം ചെയ്യും. ഒടുവിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ചും കരഞ്ഞും എല്ലാം കഴിയുമ്പോൾ ഒന്നും കിട്ടാതെ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിൽ നിന്നും അവർ പിന്മാറിപ്പോകും. ഇത് 1-2 പേരുടെ കാര്യമല്ല. ലക്ഷക്കണക്കിന് മനുഷ്യർ ദൈവത്തെ മറന്ന് തിരിഞ്ഞു പോകാനുള്ള കാര്യം ഇതൊറ്റ കാര്യമാണ്. പക്ഷെ യേശു പറഞ്ഞത് നിനക്ക് വീട് തരാമെന്ന്, ജോലി ചെയ്യാമെന്നല്ല യേശു പറഞ്ഞത്. കഴിക്കാൻ ആഹാരം അന്ന് തരും, ഉടുക്കാൻ വസ്ത്രം തരാം, കുടിക്കാൻ ജീവന് വെള്ളം തരാം. ഇത്ര മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ വേണമെങ്കിൽ മത്തായി 6:25 വായിച്ചു നോക്കണം. അവിടെ അത്രേ യേശു പറയുന്നുള്ളൂ. അതുകൊണ്ട് നന്മ തരില്ലാത്ത ദൈവം എന്നല്ല ഞാൻ പറയുന്നത്. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, വാ കനാൻ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, പാലും തേനും ഒഴുകുന്ന ദേശം. അവരോട് പറഞ്ഞില്ല വഴിയിൽ പോകുമ്പോൾ ചെങ്കടലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. രാത്രി നിങ്ങൾക്ക് അഗ്നിസ്തംഭം, പകൽ നിങ്ങൾക്ക് മേഘസ്തംഭം തരാമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് വിശപ്പിന് മഞ്ഞ തരാമെന്ന് പറഞ്ഞില്ല, വെള്ളം തരാമെന്ന് പറഞ്ഞില്ല, ശത്രുക്കളെ ഞാൻ നിഗ്രഹിക്കാമെന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരാം. ഇതുപോലെയാണ് ഒരു ദൈവ പൈതലിനോട് ദൈവം പറയുന്നത്, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ ജീവിച്ചാൽ നിനക്ക് നിത്യത തരാം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഇടയിൽ, നിത്യത എന്ന് പറയുന്ന പാക്കേജിനിടയിൽ, ഞാൻ ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുന്നു,
അന്ന് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവം എനിക്ക് കരുതിയിട്ടുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞ വാക്ക്, തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഞാൻ തരാം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ, അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടാൽ. ഇത് നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിന്നാൻ കിട്ടും, കുടിക്കാൻ കിട്ടും, ഉടുക്കാൻ കിട്ടും, യേശുവിന്റെ അടുക്ക വരി, നിങ്ങൾക്ക് നിത്യതയുണ്ടെന്ന് പറഞ്ഞാൽ ആര് വരും? അതുകൊണ്ട് നമ്മുടെ ദൈവപുരുഷന്മാർ ഒരു ചെറിയ ടിപ്പിട്ടെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം കിട്ടും. അങ്ങനെ വേദവസ്തുത്വമൊന്നുമില്ല. നിങ്ങൾ വായിച്ചു നോക്കി. സ്തോത്രം. നമ്മൾ വഞ്ചിക്കപ്പെടരുത്, നമ്മൾ വഞ്ചിതരായി തീരരുത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരനോട് ഞാൻ പറയാം, ഈ കൊച്ചു ജീവിതം വേഗം തീരും. നമ്മുടെ ഈ മണ്ണായ ശരീരം മാറി വിണ്മയമായ ശരീരമായി മാറ്റപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിവിധപരമായ കഷ്ടങ്ങളിൽ കൂടെ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അനേക കഷ്ടങ്ങളിൽ കൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് കഷ്ടത കൊണ്ട്, യേശു തന്നെ പറയും, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടത കൊണ്ട്. നമ്മുടെ ഉപദേശിമാർ പറയുന്നത് പോലെ അല്ല. നിങ്ങൾ വിശുദ്ധിക്ക് ഇറങ്ങിയാൽ, നിങ്ങൾ വേർപാടിന് വേണ്ടി ഇറങ്ങിയാൽ, നിത്യതയെ നോക്കി ഇറങ്ങിയാൽ, എനിക്കൊരു നിത്യത വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഒരു കോടീശ്വരനായ മനുഷ്യൻ, സകലതും വിട്ട് നിത്യതയുടെ വെളിപ്പാട് കണ്ടപ്പോൾ ഒടുവിൽ പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ലാതെ താൻ ഈ ലോകം വിട്ടു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം തെറ്റിയാൽ, നിത്യതയുടെ ലക്ഷ്യം നിങ്ങൾ മാറ്റി, നിങ്ങൾക്ക് ഭൗതിക നന്മയ്ക്ക് ഒരു കഷ്ടതയും ഉണ്ടാകത്തില്ല. മറ്റുള്ളവരെ അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നോ പ്രോബ്ലം. പക്ഷെ നിത്യതയുടെ വെളിപ്പാട്, ആ നിത്യതയുടെ വെളിപ്പാട് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആദ്യം നടക്കേണ്ടത് മാനസാന്തരം വേണം. 2, പാപബോധം വേണം, അനുതാപം വേണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. നമ്മുടെ ഊണിലും ഉറക്കത്തിലും നിത്യതയെക്കുറിച്ചുള്ള വാഞ്ചയുണ്ടാകാൻ തുടങ്ങും. അവന് ലോകത്തെ കഷ്ടതയുണ്ട്. അവൻ ഇവിടുത്തെ കോടീശ്വരനൊന്നും ആകുമെന്ന് ഞാൻ പറയുന്നില്ല. അവന് തിന്നാൻ കിട്ടും, അല്പം ഉടുക്കാൻ കിട്ടും, കിട്ടിയില്ലെങ്കിൽ ഇല്ല. പക്ഷേ അവനൊരു കാര്യം അറിയാം, ഈ ശരീരം മാറും, ഞാനൊരു പുതിയ ശരീരം പ്രാപിക്കും. എൻ്റെ 80-90 വയസ്സുള്ള ഈ കൊച്ചു ജീവിതം ഇവിടെ തീർന്ന്, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. ഞാൻ അവിടേക്ക് പോകും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് ഒരു വിശുദ്ധന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടി അവൻ ചെയ്യുന്ന എന്തിനാണ്? അവന്റെ ശരീരം വിശുദ്ധിയോടുകൂടെ അവൻ സൂക്ഷിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ ശരീരം പലർക്കും വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ പറ്റാത്തതിന് കാരണം എന്തെന്നറിയണ്ടേ? നമ്മുടെ ദർശനം മാറിപ്പോയി. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടത്, പക്ഷേ നമ്മുടെ ലക്ഷ്യം യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ഭൗതിക നന്മകൾ തരാൻ കിട്ടും എന്നൊരു ചിന്തയായി പോയി. നമ്മൾ മറ്റുള്ളവരെ പോലെ ആയിത്തീർന്നപ്പോൾ നമുക്ക് ലക്ഷ്യം മാറിപ്പോയി. നിത്യതയുടെ ലക്ഷ്യം മാറ്റി. നിത്യതയുടെ ലക്ഷ്യം മാറിയപ്പോൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലോട്ട് ഞാൻ വരട്ടെ. നമ്മൾ ആരും വഞ്ചിക്കപ്പെടരുത്. നമ്മൾ എന്തിനാ ഇറങ്ങിയത്? വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങിയത്. ഈ കൈയടിക്കുന്നത് എന്തിനാ? വിശുദ്ധിക്ക് വേണ്ടിയാ. നമ്മൾ നിത്യതയിലേക്ക് പോകാൻ വേണ്ടിയാ. നമുക്കൊരു പുനരുത്ഥാന ശരീരം പ്രാപിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. അനുദിനം നമ്മുടെ ശരീരങ്ങളെ, അതാണ് ജീവനും, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നമ്മൾ സമർപ്പിക്കണം. ഓരോ മിനിറ്റ്, ഓരോ സെക്കൻഡ്, നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കണം. എന്തിനാ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്നത്? നോക്കുക, 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം 42-ാം വാക്യം. ഇന്ന് ഈ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല കേട്ടോ. എൻ്റെ ഈ കറുത്ത ശരീരം മാറത്തില്ല, വെളിപ്പാകത്തില്ല.
എൻ്റെ രോഗമുള്ള ഈ രോഗമൊന്നും മാറത്തില്ല വിശുദ്ധി പ്രാപിച്ചു. എൻ്റെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ക്യാൻസറോ ഇതൊന്നും വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് മാറത്തില്ല. ഇതിനൊരു പ്രതിഫലമുണ്ട്. എപ്പോഴെന്ന് ചോദിച്ചാൽ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 42-ാം വാക്യം, മരിച്ചവിടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ആമേൻ. എന്തിനാണ് ഈ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത്? നമ്മൾ ഒരു ദിവസം മരിക്കുമ്പോൾ ദ്രവത്വമുള്ള ദ്രവിച്ചു പോകുന്ന ഈ ശരീരത്തെ എല്ലാവരും കൂടെ ഈ മണ്ണിനങ്ങ് ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിച്ച ഈ ശരീരം അദ്രവത്വത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. അദ്രവത്വം എന്ന് പറഞ്ഞാൽ ദ്രവിക്കാത്ത, നശിക്കാത്ത ഒരു പുതിയ ശരീരമായി എൻ്റെ ഈ ദ്രവത്വമുള്ള ശരീരം മാറും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത്. ഈ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് നിത്യതയുടെ ഒരു വെളിപ്പാട് അകത്ത് വന്നാൽ മാത്രമേ ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇനി ഈ ശരീരത്തിന്റെ അടുത്ത പ്രത്യേകത, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കപ്പെടുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് അപമാനമുള്ള ശരീരമാണ്. അപമാനമുള്ള ശരീരം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കുന്നത്, അതുകൊണ്ടാണ് പൗഡറൊക്കെ ഇടുന്നത്, അതുകൊണ്ടാണ് ബാക്കിയുള്ള ശരീരത്തിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപമാനിക്കപ്പെട്ട ശരീരം. കുളിക്കാതെ 2 ദിവസം കുളിക്കാതെ ഒരാളുടെ അടുക്കൽ പോയാൽ അല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഈ ശരീരം അപമാനിക്കപ്പെട്ട ശരീരമാണ്. പക്ഷെ ഈ അപമാനിക്കപ്പെട്ട ശരീരത്തെ വിശുദ്ധമായി നാം സൂക്ഷിച്ചാൽ നമ്മൾ മരിക്കും, അടക്കപ്പെടും. കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിൽ കാഹളം ധരിക്കുമ്പോൾ ഈ ശരീരം എങ്ങനെ എഴുന്നേൽക്കും? അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്ന ശരീരം തേജസ്സിൽ ഉയർക്കപ്പെടും. ആമേൻ. അപ്പോൾ നമ്മുടെ ഈ ശരീരം എന്തായിത്തീരും? തേജസ്കരിക്കപ്പെടും, പ്രകാശപൂരിതമായി തീരും. സ്തോത്രം. ഇനി 3-ാമതായി പൗലോസ് പറയുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ശരീരം എന്ത് ശരീരമാണ്? ബലഹീനമായ ശരീരം. ഒരു ബലവുമില്ല. എല്ലാ മനുഷ്യരെയും, നിങ്ങൾ ഏത് മനുഷ്യരെ എടുത്ത് നോക്കിയാലും ശരീരത്തിന് ബലഹീനതകളുണ്ട്. ഈ ബലഹീനതകളെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ വാരി കഴിക്കുന്നു അല്ലേ? 2 ജിമ്മിലൊക്കെ പോയി ശക്തി പ്രാപിക്കുന്ന ബലം വരാൻ വേണ്ടി ഇല്ല പ്രിയമുള്ളവരെ. ഇത് ബലഹീന ശരീരം തന്നെയാണ്. നിങ്ങളുടെ ഏതെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ബലഹീനമായിരിക്കും. ഇത് ബലഹീന ശരീരമാണ്. പക്ഷേ മരിച്ച് കാഹളം ധ്വനിച്ച് ഉയർത്തുമ്പോൾ, മരിച്ച് അടക്കപ്പെട്ട് ഈ ശരീരം ഉയർക്കപ്പെടുമ്പോൾ ബലഹീനമായ ശരീരം അടക്കപ്പെടുന്നു, ശക്തിയിൽ ഈ ശരീരം ഉയർക്കപ്പെടുവാനിടയാകും. ആമേൻ. ഏത് ശക്തിയിൽ? ക്രിസ്തുവിന്റെ ശക്തിയിൽ ഈ ശരീരം ഉയർക്കപ്പെടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, അടുത്ത വാക്യം പറയുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രാകൃത ശരീരമാണ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഈ ശരീരം ഒരു ആത്മശരീരമായി തീരാൻ പോവുകയാണ്, ബലമുള്ള ശരീരമായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പൗലോസ് പറയും, ദ്രവത്വമുള്ള ശരീരം, പിന്നെ അപമാനമുള്ള ശരീരം, ബലഹീനമായ ശരീരം, പ്രാകൃത ശരീരം. ഈ ശരീരത്തിന്റെ പേരാണ്. ഈ ശരീരം എങ്ങനെ സൂക്ഷിക്കണം? വിശുദ്ധമായി സൂക്ഷിച്ചാൽ എങ്ങനെ തേജസ്സിൽ ഉയർക്കപ്പെടും, പിന്നെ അദ്രവത്വത്തിൽ ഉയർക്കപ്പെടും,
ശക്തിയിൽ ഉയർക്കപ്പെടും, ആത്മീയ ശരീരമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ കിട്ടുന്നത്? ഇത് ആർക്കാ കിട്ടുന്നത്? ഈ ഭൂമിയിൽ നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ച് ഈ ശരീരത്തെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ സൂക്ഷിക്കുന്ന ഒരു ഭക്തന്റെ ശരീരം പുനരുത്ഥാനത്തിന് ശേഷം ഇപ്രകാരമായിരിക്കും. ആമേൻ. സ്തോത്രം. പറഞ്ഞപ്പോൾ അത് തീർന്നു. നമ്മൾ ഓരോ സെക്കൻഡും ഈ ശരീരത്തെ എത്രമാത്രം സൂക്ഷ്മതയോടെ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ ഈ ശരീരം മറ്റൊരു ശരീരമായി മാറുകയുള്ളൂ. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് ഈ ശരീരത്തെ എങ്ങനെയെങ്കിലും ഉപയോഗിക്കരുത്. ഈ ശരീരത്തിന് നിങ്ങൾ വേറൊരു ഡിസൈൻ ചെയ്യരുത്. ഈ ശരീരത്തിൽ ദൈവം തന്ന കളർ മാറ്റരുത്. ഈ ശരീരത്തിനകത്ത് ദൈവം തന്ന ഒന്നും നിങ്ങൾ മാറ്റി ഫിറ്റ് ചെയ്യാൻ പോകരുത്. ഹല്ലേലൂയ. കമ്പനിക്കാർ ഒരു വണ്ടി ഇറക്കാറുണ്ട്. വണ്ടി ഇറക്കിയ ശേഷം നമുക്ക് ബോധിച്ചതുപോലെ എക്സ്ട്രാ ഫിറ്റിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് രക്ഷിക്കപ്പെട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പക്ക നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരങ്ങളിൽ വിരൂപമായ കളറുകൾ അടിച്ച്, തലമുടികളിൽ വിരൂപമായ കളറുകൾ അടിച്ച്, കൺപുരികം പറിച്ചു മാറ്റി, ശരീരത്തിന്റെ അവയവങ്ങളെ വല്ലാത്ത അവസ്ഥയിലാക്കി മാറ്റി. അങ്ങനെയുള്ളവരുടെ ശരീരത്തിന്റെ ദൈവിക പുനരുത്ഥാനത്തിന്റെ ശേഷം മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല. സ്തോത്രം. മാറ്റം വരുന്നത് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിങ്ങൾ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ഒരു വിശുദ്ധന്റെ ശരീരം പുനരുത്ഥാനത്തിങ്കൽ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ബോഡിയുടെ ശക്തി എത്രമാത്രമാണ്. ഇന്ന് ബലഹീനമാണ്, ഇന്ന് അപമാനമാണ്, ഇതൊരു പ്രാകൃത ശരീരമാണ്, ദ്രവത്വമുള്ള ശരീരമാണ്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി ഈ ശരീരം മാറും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എന്ന് വേണ്ട സകല രോഗമുള്ള ഈ ശരീരം മാറി രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത ഒരു പുതിയ ശരീരം പ്രാപിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. അതുകൊണ്ട് ഇന്ന് ഈ കേട്ട സന്ദേശത്തിന് മുമ്പിൽ നിങ്ങളുടെ ശരീരത്തെ ശരിക്കും ഒന്ന് ക്രമീകരിക്കാം. ഈ ജഡത്തെ സുഖിപ്പിക്കുന്ന, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന മെസ്സേജിന്റെ മുമ്പിൽ ഇരിക്കരുത് കേട്ടോ. ഇതിന് ഭയങ്കര സുഖമാണ്, ഇതിന് ഭയങ്കര സുഖമാണ്. ഹല്ലേലൂയ. യേശു രോഗിയുടെ സൗഖ്യമാക്കി കേൾക്കുമ്പോൾ ഈ ജഡത്തിന് സുഖമാണ്, ഭയങ്കര സന്തോഷമാണ്. യേശു നിങ്ങളുടെ കഷ്ടത ഇതാടുത്ത് മാറ്റുന്നു, എന്തൊരു സന്തോഷം എന്ന് പറയണ്ടേ. പക്ഷേ നാം വിവിധ കഷ്ടങ്ങളിൽ കൂടെയാണ് ദൈവരാജ്യത്തിൽ പോകേണ്ടത്. ഈ കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണ ശാലയാണ്, ഒരു ശുദ്ധീകരണ മേഖലയാണ്. നമ്മുടെ കഷ്ടതയാണ് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ കഷ്ടത സഹിഷ്ണുതയിൽ, സഹിഷ്ണുത സിദ്ധതയിൽ, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നത് കൊണ്ട് കഷ്ടതയിൽ സന്തോഷിക്കുന്നവരായി തീരുക. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടത, യേശുവിന്റെ അടുക്കൽ വന്ന കഷ്ടത മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. യേശുവിന്റെ അടുക്കൽ വന്ന കഷ്ടത മാറിയൊന്നുമില്ല. അല്ല, നിത്യതയുടെ വെളിപ്പാടുണ്ടെങ്കിൽ കഷ്ടത നിങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോകം നമ്മുടെ പൗരത്വമുള്ള ദേശമല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ വിശ്വാസമുള്ളവരോട് പറയട്ടെ, ഈ ദേശം നമ്മുടെ സ്വന്തമല്ലാത്തത് കൊണ്ട് ഈ ലോകത്തിന്റെ ശക്തികൾ നമ്മളെ ഓരോ നിമിഷവും മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി വിവിധ തരത്തിൽ നമ്മളോട് പോരാടും. പക്ഷേ ഈ സമയത്തും നമ്മുടെ ശരീരത്തെ ജീവൻ വിശുദ്ധിയുമുള്ള യാഗമായി ഓരോ സെക്കൻഡ് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം നമ്മുടെ ശരീരം മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ നിത്യയുഗം ആ സ്വർഗീയ ഭവനത്തിൽ കർത്താവിനോടുകൂടെ വാഴാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സന്ദേശ പരമ്പരകളിൽ കൂടെ ചിലരുടെ ജീവിതമെങ്കിലും മാറുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമായി കരുതാൻ ദൈവം ഇടവരുത്തണം. ആ വിശുദ്ധന്റെ ശരീരത്തിന്റെ മാറ്റത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പറയുവാനിടയായത്. കർത്താവെ, ചിലരുടെയെങ്കിലും ജീവിതത്തിൽ സ്മരിക്കാതെ പോയിരിക്കുന്ന, ഓർക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്
ഞങ്ങളുടെ ശരീരത്തിന് ഒരു മാറ്റം ദൈവം തരണമേ കർത്താവ്. ഞങ്ങളുടെ കഷ്ടതകളുടെ നടുവിൽ കർത്താവ് ഞങ്ങൾ കൂട്ടാളിയാകണമേ. ഞങ്ങളുടെ കഷ്ടത ഞങ്ങളുടെ സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവ് വരാൻ പോകുന്നല്ലോ, ഒരുങ്ങുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. ഈ സന്ദേശം ഒരു വ്യക്തിയുടെയെങ്കിലും ജീവിതത്തിനകത്ത് ആത്മപരിശോധന നടത്തുവാൻ കർത്താവ് സഹായിക്കണം. കൃപ കൊണ്ട് നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഒരാൾക്കും കൂടെ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുള്ള ഓരോ ഗ്രൂപ്പുകളിലും നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരും കൂടെ ഈ സന്ദേശത്തിലേക്ക് വരട്ടെ. ശരി, നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമുക്ക് ഇനിയും അടുത്തൊരു സന്ദേശത്തിൽ കൂടെ ഒരുമിച്ച് കാണാൻ ദൈവം ഇടവരുത്തോട്ടെ. ആമേൻ.